ഹലോ ഗൈസ്, അപ്പോൾ ഇന്നലത്തെ ബിഗ് ബോസ് വീട്ടിൽ നടന്നത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇന്നലത്തെ ഒരു എപ്പിസോഡ് എല്ലാവരെയും മുൾമുനയിൽ നിർത്തുന്ന ഒരു എപ്പിസോഡായിരുന്നു. പക്ഷേ ഫസ്റ്റ് ടൈം സാധാ രീതിയിൽ അവർക്കൊരു ടാസ്ക് കൊടുത്തു. ടാസ്ക് ഇങ്ങനെയാണ്, അതായത് ഒരു മൂവിയുടെ ചില പോർഷൻസ് കൊടുത്തിട്ട് അത് സീരിയസ് ആയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് ഫണ്ണി ആയിട്ട് ചെയ്യണം. അതുപോലെ തന്നെ ചില സോങ് കൊടുത്തിട്ടും അതുപോലെ തന്നെ ചില തമാശ രൂപയിൽ അത് ആക്ട് ചെയ്ത് കാണിക്കണം. ചിലത് നല്ല ദേഷ്യത്തിലായിരിക്കണം. അപ്പം നമ്മുടെ അർജുന് കിട്ടിയത് ശരിക്കും എല്ലാവരും എൻജോയ് ചെയ്തു. കാരണം അർജുന് കിട്ടിയത് ഒരു മോഹൻലാൽ പറഞ്ഞത് ഒരു നാണത്തോടു കൂടി ആ ഒരു പാട്ട് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വൈസ് ചോദിച്ചത് നമ്മുടെ ശ്രീധുവിനോടാണ്. മോഹൻലാൽ ചോദിച്ചു അർജുൻ അത് എങ്ങനെ ചെയ്യണമെന്ന്. പക്ഷേ ഫസ്റ്റ് ടൈം ശ്രീധുവിനത് മനസ്സിലായില്ല, കാരണം മലയാളം നല്ലപോലെ അറിയില്ല ശ്രീധുവിന്. പക്ഷേ മോഹൻലാൽ പറഞ്ഞു അർജുൻ എന്തായിരുന്നാലും അതൊരു നാണത്തോടു കൂടി ആ പാട്ട് ചെയ്യട്ടെ എന്ന്. എന്തായിരുന്നാലും അർജുൻ അത് നല്ല ഭംഗിയായിട്ട് ചെയ്തു. പക്ഷേ ഈ ഒരു സമയം നമ്മുടെ ജാസ്മിൻ്റെ ഫേസ് നോക്കണമെങ്കിൽ നമുക്ക് മനസ്സിലാവും. കാരണം വെച്ചാൽ വല്ലാത്ത വിഷമത്തിലാണ്. ആ ഒരു ടാസ്ക് ചെയ്യുമ്പോഴും ആളാകെ തകർന്ന് തരിപ്പണായിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. കാരണം അവിടെ ജാസ്മിൻ്റെ പവർ എന്ന് പറഞ്ഞ ഒരാളിപ്പോൾ അവിടെ ഇല്ല. ഈ ഒരു സമയത്ത് ജസ്റ്റ് ഒരു തമാശേൻ്റെ ഒരു കാര്യം നടന്ന് ജാൻമണിയുടെ റിക്വസ്റ്റായിട്ട് ചോദിച്ചിട്ട് ചെന്ന് ബിഗ് ബോസിൻ്റെ ഒരു ഡോർ അടയ്ക്കുകയാണ്, അതായത് AC പാഴായി പോകുന്നു പറഞ്ഞിട്ട്. അപ്പം മോഹൻലാൽ ഒരു തമാശയായിട്ട് പറഞ്ഞു ഒരാൾക്കെങ്കിലും ബിഗ് ബോസ് വീട്ടിനെ കുറിച്ച് കെയറിങ് ഉണ്ടല്ലോ എന്ന്. നമ്മുടെ ശ്രീരേഖയ്ക്ക് കൊടുത്തൊരു ടാസ്ക് എന്ന് പറയുമ്പോഴേക്കും ശരിക്കും ഒരു പാട്ട് തന്നെ എല്ലാവരും പേടിക്കുന്ന രീതിയിൽ ആക്ട് ചെയ്ത് കാണിക്കാൻ. അതെന്താണെന്നാലും ശ്രീരേഖയാണെങ്കിൽ പോലും അത് നല്ല ഒച്ചത്തിൽ ഒരു ദേഷ്യത്തിലാണ് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത്. അതും എല്ലാവരും എന്താണെന്നാലും എൻജോയ് ചെയ്തു. പക്ഷേ ഇത് എല്ലാവരും എൻജോയ് ചെയ്യുന്ന ഒരു ടൈമിലും അവിടെ ഒരു വലിയ ടെസ്റ്റ് എന്താണെന്നാലും നടക്കാൻ പോവുകയാണ്. കാരണം അവിടെ ആ ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ 2 പേരില്ല. അതായത് ഒന്ന് ഗബ്രിയും ഒന്ന് ജിൻഡോയും. അപ്പോൾ മോഹൻലാൽ ഓരോരുത്തരായിട്ട് അതിൻ്റെ ഒരു റീസൺ ചോദിക്കുകയാണ്. ഇങ്ങനെയൊക്കെ നടന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങളത് അതിന് പ്രതികരിക്കാത്തതെന്നുള്ളത്, എന്തുകൊണ്ടാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തതെന്നുള്ളത്. പക്ഷേ ഇവിടുത്തെ ജാസ്മിൻ്റെ ഒരു സിറ്റുവേഷൻ നോക്കണമെങ്കിൽ വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ്. കാരണം ജാസ്മിന് മനസ്സിലായ ഏകദേശം കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്നുള്ളൊരു അവസ്ഥയെത്തി. ജാസ്മിൻ വിഷമത്തിലെന്നല്ല, കരഞ്ഞെന്ന് വേണം പറയാൻ. മോഹൻലാൽ പറയുന്നുണ്ട് ഇതിനകത്ത് ചിലവരൊക്കെ കരയുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ജാസ്മിന് തോന്നുന്നുണ്ട് ഗബ്രി പുറത്താകുമോ എന്നുള്ളൊരു അവസ്ഥ വരെ എത്തി. ആകെ തകർന്ന് തരിപ്പണായിരിക്കുന്നൊരു ജാസ്മിൻ്റെ ഫേസാണ് നമ്മളൊരു ഇന്നലത്തെ ഒരു വീഡിയോയിൽ എന്താണെങ്കിലും കണ്ടത്. പക്ഷേ അവരെ രണ്ടുപേരെ ഗബ്രീനെയും ജിൻഡോയിനെ ഡാർക്ക് റൂമിലേക്ക് എത്തിച്ച് രണ്ടുപേരെ കണ്ണൊക്കെ കെട്ടി എത്തിച്ചത്. അവിടെ ഇട്ട് എന്ത് പറയാനാണ്, നല്ല രീതിയിൽ മോഹൻലാൽ പൊരിച്ചെന്ന് വേണം പറയാൻ. അപ്പോൾ രണ്ടുപേരും അവരുടേതായിട്ടുള്ളൊരു റീസൺ പറഞ്ഞു. ദേഷ്യം വരുന്ന സമയത്ത് അങ്ങനെ പറ്റിപ്പോയതാണ് എന്നുള്ളത്. ഏറ്റവും കൂടുതൽ ബോഡി ബിൽഡറായിട്ട് കൂടി നമ്മുടെ ജിൻഡോയാണ് എന്തോ ഒരു കെഞ്ചുന്ന രീതിയിൽ ഇനി ഇങ്ങനെ ഉണ്ടാകത്തില്ല, ഒരു കാരണവശാലും ഉണ്ടാകത്തില്ല എന്നുള്ള റിക്വസ്റ്റ് കുറേ നേരം കൊണ്ട് പറയണം. അപ്പോഴും മോഹൻലാൽ പറയുന്നുണ്ട് പരസ്പരം ദേഹത്ത് പോലും തൊടാൻ അനുവദിക്കാത്ത നിങ്ങളിപ്പോൾ കെട്ടിപ്പിടിക്കുന്നു എന്ന് മോഹൻലാൽ പറയുന്നുണ്ട്. അപ്പോഴേക്കും ജിൻഡോ പറയുന്നു ഇനി ഇത് ആവർത്തിക്കില്ല, ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്താണെന്നാലും അവർ വീട്ടിൽ തിരികെ എത്തിയിട്ടുണ്ട്. ബിഗ് ബോസ് വീട്ടിൽ തിരിച്ച് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തേക്ക് യമുന റാണി പുറത്തേക്ക് പോയിട്ടുണ്ട്, ഔട്ടായിട്ടുണ്ട്. ഇതിനകത്ത് ഇനിയൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് 6 പേര് ഇതിനകത്തേക്ക് ബിഗ് ബോസ് വീട്ടിലേക്ക് പുതുതായിട്ട് വരുന്നുണ്ട്. അവരാരൊക്കെയാണെന്ന് ഓരോരുത്തർ കമൻറ്റ് ചെയ്യുക.